ഹലോ, നമസ്കാരം. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. അതായത് ഞാൻ ഒരു വടകര റെയിൽവേ സ്റ്റാൻഡിലുള്ള ഒരു ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരു വയസ്സായ സ്ത്രീയുടെ ജീവിതമാണ് എന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. അതായത് ആ സ്ത്രീ ആണുങ്ങളുടെ മൂത്രപ്പുര തേച്ച് തരുന്നതാണ്. അതായത് തേച്ച് തരുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ കുറച്ച് വർത്തമാനം പറഞ്ഞു നോക്കി അവരോട് ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ടല്ലോ. സംഭവം എന്ന് വെച്ചാൽ, അതായത് കക്കൂസ് തേച്ച് തരുന്ന ബ്രഷ് പിടിക്കുന്ന ഭാഗം പോയിട്ട് ബ്രഷിൻ്റെ ഈ അടിയിൽ ഭാഗത്തുള്ള ഒരു തേച്ച് തരുന്ന ഭാഗം മാത്രം കൊണ്ടാണ് ആ സ്ത്രീ കൈവച്ച് തേച്ച് തരുന്നത് ഓരോ മൂത്രപ്പുരയും. അപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ കൈവച്ച് ഗ്ലൗസ് ഇട്ടൊക്കെ വെച്ചെങ്കിൽ കൈവച്ച് കവുമ്പോൾ എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നി. അതിന് നല്ലൊരു ഓരോ പുതിയ ആധുനിക രീതികൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ജോലികൾ അത്തരം സ്ത്രീകൾ ചെയ്യുമ്പോൾ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ട ശരിയായ മാനദണ്ഡങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ഇത്തരം ജോലികൾ ചെയ്യിപ്പിക്കാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സ്ത്രീ ബ്രഷിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ഭാഗം വെച്ചാണ് ഞാൻ ഇങ്ങനെ തേച്ച് വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അതായത് അറിവില്ലാത്ത, അതായത് ഇത് വൃത്തിയുടെ കാര്യമല്ല, ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ട കൃത്യമായ അറിവില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് പലരുമുള്ളത്. അപ്പോൾ ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് ഒരു പഠനം നടത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇത്തരം ജോലികൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാത്രമേ രോഗങ്ങളുടെ ഒരു പടരുന്ന രീതി, പുതിയ രോഗങ്ങൾ പടരുന്ന രീതി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ജോലികൾ ചെയ്യേണ്ട രീതികളും ഓരോ അറിവുകളും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ജോലികൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജോലി ചെയ്യുക എന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. പക്ഷെ അഭിമാനത്തിന് വ്രണം സംഭവിപ്പിക്കുന്ന ജോലികൾ ചെയ്യിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരാൾ അതായത് മൂത്രപ്പുരയിൽ ക്ലീനിങ്ങിന് ഒരു സ്ത്രീ നിൽക്കുമ്പോൾ, സ്ത്രീ എന്നല്ല പുരുഷൻ തന്നെ ആയാലും, അത് ഒരു അഭിമാനത്തിന് വ്രണം സംഭവിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പണ്ട് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ, ഒരാൾ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചാലും ആ ടോയ്ലറ്റ് വൃത്തിയാക്കാനുള്ള പൂർണ്ണമായ അധികാരമുള്ളത് ആ ടോയ്ലറ്റ് ഉപയോഗിച്ചവർക്ക് മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടി മറ്റൊരാൾ ക്ലീനിങ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുക എന്നത് വളരെയധികം വേദനാജനകമായ കാര്യമാണ്. ജോലികൾ എന്നും നല്ലത് തന്നെയാണ്. ജോലികൾ ചെയ്യുക എന്നത് വളരെ മഹത്കരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ജോലികൾ ചെയ്യുന്നതിനുള്ള കൃത്യമായ അറിവുകൾ ജോലി ചെയ്യുന്നവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഒരു ജോലി ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കിയതിനു ശേഷം മാത്രമേ ജോലി ചെയ്യിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.